സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് മനുഷ്യബോധത്തെ നയിക്കുന്ന ഒരു ദർശനമാണ് ജ്യോതിഷം എന്നത്. നമസ്കാരം. കാലത്തിന്റെ നെറുകയിൽ നക്ഷത്രങ്ങൾ കഥ പറയുന്ന ജ്യോതിഷ സ്മൃതികളുടെ ലോകത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഋഷിപ്രോക്തം. ഇന്നത്തെ വീഡിയോയുടെ കഥാതന്തു മനുഷ്യഗണം എന്നുള്ളതാണ്. ഇന്ന് നാം സംസാരിക്കുന്നത് അസുരനും ദേവനും ഇടയിൽ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗണത്തെ കുറിച്ചാണ്. അതാണ് മനുഷ്യഗണം. നമുക്ക് ഈ വീഡിയോയെ ഏതാനും ഭാഗങ്ങളായി ഒന്ന് തിരിക്കാം. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഗണങ്ങളെ കുറിച്ചുള്ള ഒരു തത്വചിന്ത തന്നെ ആയിക്കോട്ടെ. ജ്യോതിഷം എന്നത് സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് മനുഷ്യബോധത്തെ നയിക്കുന്ന ഒരു തത്വചിന്തയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. 27 നക്ഷത്രങ്ങൾ അതിലുണ്ട്. ആ നക്ഷത്രങ്ങളെ ദേവഗണമെന്നും അസുരഗണമെന്നും മനുഷ്യഗണമെന്നും വിഭജിച്ചിരിക്കുന്നു. അസുരഗണങ്ങളെ രാക്ഷസഗണം എന്നും പറയാറുണ്ട്. അസുരഗണ നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളെ നമ്മൾ വീഡിയോ ആയിട്ട് മുൻപ് അവതരിപ്പിച്ചിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഓരോ ഗണത്തിലും 9 നക്ഷത്രങ്ങൾ വീതമാണുള്ളത്. ഇത് വെറും കണക്കല്ല, വ്യക്തികളുടെ അവരുടെ ജീവിതത്തിന്റെ സ്വഭാവത്തിന്റെ ജീവിത സമീപനത്തിന്റെ മർമ്മം തിരിച്ചറിയാനുള്ള എളുപ്പ വഴിയാണ്. അതായത് ഒരു സൂക്ഷ്മമായ വഴികാട്ടിയാണ് എന്നർത്ഥം. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. മനുഷ്യഗണത്തിന്റെ സ്ഥാനത്തെ ഒന്ന് പരിശോധിക്കാം. ദേവഗണത്തെ കുറിച്ച് നാം പറയുമ്പോൾ ആകാശത്തെ സ്വപ്നങ്ങളുമായി മണ്ണിൽ നടന്നു പോകുന്നവർ എന്ന് ഒറ്റ വാക്കിൽ പറയാം. ദേവഗണ നക്ഷത്രത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അടുത്ത ദിവസം തന്നെ വീഡിയോ എത്തുന്നതാണ്. അസുരഗണക്കാരെ നമുക്ക് വിശേഷിപ്പിക്കാം ശക്തിയുടെയും ആഗ്രഹത്തിന്റെയും അതിര് തേടുന്നവർ എന്ന്. ഇവ രണ്ടിനും ഇടയിലുള്ള ഒരു ഗണമാണ് മനുഷ്യഗണം എന്നുള്ളത്. അവർ വലിയ സ്വപ്നജീവികളല്ല, അത്യധികം ആദർശവാദികളുമല്ല, പക്ഷെ ജീവിതം എന്താണെന്ന് അറിയുന്നവരാണ്. കണ്ണീരും കിനാവും ഒക്കെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നവർ എന്ന് നമുക്ക് അവരെ കുറിച്ച് പറയാം. ഒരു ചെറിയ കവിതയായി നമുക്ക് അവരെ വിശേഷിപ്പിക്കാം. പറക്കാനും ശ്രമിക്കില്ല, ഒളിച്ചോടാനും തുനിയില്ല, മണ്ണിൽ ഉറച്ചു നിന്ന് ജീവിതത്തെ ജീവിതമായി തന്നെ ജീവിച്ചു തീർക്കുന്നവർ. അതാണ് മനുഷ്യഗണ നക്ഷത്രക്കാർ. ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. അതാണ് മനുഷ്യഗണ നക്ഷത്രങ്ങളുടെ ഒരു ആകെത്തുക. മനുഷ്യഗണ നക്ഷത്രത്തിൽ വരുന്നത് 9 നക്ഷത്രങ്ങളാണ്. ഭരണി, രോഹിണി, തിരുവാതിര, പൂരം, ഉത്രം, പൂരാടം, ഉത്രാടം, പൂരിട്ടാതി, ഉത്രിട്ടാതി എന്നീ നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരെ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ജീവിതത്തിന്റെ മുഴുവൻ നിറങ്ങളും നമ്മളുടെ മുന്നിൽ പീലി വിടർന്നാടുന്നതായി നമുക്ക് ദർശിക്കാനാകും. പൊട്ടിക്കരയും, പൊട്ടിച്ചിരിക്കും, ആക്രോശിക്കും, അടിക്കും, അടികൊള്ളും, തണ്ടിലേറി നടക്കും, താഴത്തു വീഴും, താഴത്തു നിന്ന് ഉയരും. പച്ചയായ ജീവിതം, അതാണ് മനുഷ്യഗണത്തിന്റെ രേഖപ്പെടുത്തിയിട്ടുള്ള അടയാളം. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ശ്ലോകാർത്ഥത്തെ ഒന്ന് പരിശോധിക്കാം. മാനി ധനി വിശാലാക്ഷ ശീക്രഭോജി ധനുർധര ശൗരഃ പൗരജനഗ്രാഹി ജായതേ മാനവേ ഗണ എന്നാണ്. അതായത് മാനി എന്നതിന്റെ അർത്ഥം നമുക്ക് ആദ്യം പരിശോധിക്കാം. മാനി എന്നാൽ അഭിമാനം എന്നർത്ഥം. അഭിമാനം തന്നെയാണ് ഇവരുടെ ശക്തി, അതായത് സ്വയം വിലമതിക്കുന്നവർ എന്ന് പറയാം. ധനി എന്നതിന്റെ അർത്ഥം അധ്വാനത്തിലൂടെ നേടിയ സമ്പത്ത് എന്നർത്ഥം, അതായത് വിയർപ്പിന്റെ വില ശരിയായി അറിയുന്നവർ. വിശാലാക്ഷ എന്നാൽ വിശാലമായ അക്ഷി അഥവാ കണ്ണുള്ളവർ. എന്നാൽ വിശാലമായ വലിയ കണ്ണ് മാത്രമല്ല, വിശാലമായ അവരുടെ കാഴ്ചപ്പാടിനെയും അത് സൂചിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം. അതായത് ചെറിയ ചിന്തകളിലൊന്നും കുടുങ്ങാത്ത മനസ്സുള്ളവർ എന്നും നമുക്ക് പറയാം. ശീക്രഭോജി എന്നാൽ വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്നവർ എന്നാണ്. അതിന്റെ കാരണമായി നമുക്ക് പറയാം, ഇനിയും നടക്കാനുണ്ട്, ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അധ്വാനികളാണവർ. അതിന്റെ ലക്ഷണമാണ് ശീക്രഭോജി. ഇനിയും നടക്കാൻ കാര്യങ്ങൾ ഏറെയുണ്ട് എന്ന ബോധം. അതുകൊണ്ട് തന്നെ ജീവിതം ആഘോഷം മാത്രമല്ല, ഉത്തരവാദിത്വം കൂടിയാണ് എന്നുള്ള ബോധം. അതാണ് ശീക്രഭോജിയിലൂടെ അർത്ഥമാക്കുന്നത്. ധനുർധരഃ ശൗരഃ ഏതാണ്ട് സമാനമായ വാക്കുകളാണ്. ധനു, ധനുസ് കയ്യിലേന്തിയവർ. ശൗരഃ എന്നാൽ ശൗര്യമുള്ളവർ, അതായത് ജീവിത സമരത്തിലെ വില്ലാളികൾ എന്നർത്ഥം. പ്രതിസന്ധികളെ നേരിടാൻ ഇവർ എല്ലായ്പ്പോഴും സജ്ജരാണ്. ഇനി ജനഗ്രാഹി എന്ന പദത്തിന്റെ അർത്ഥം കൂടി പരിശോധിക്കാം. ജനങ്ങളുടെ മനസ്സറിഞ്ഞ്
പ്രവർത്തിക്കുന്നവർ, ജനഗ്രാഹി, അതായത് ഇവരുടെ വാക്കും പ്രവൃത്തിയും ഒരേ വഴികളിൽ തന്നെ ആയിരിക്കും എന്നർത്ഥം. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. അതാണ് വിവാഹവും ഗണപ്പൊരുത്തവും എന്നുള്ള വിഷയം. 10 പൊരുത്തങ്ങളിൽ ഒന്ന് മാത്രമാണ് ഗണപ്പൊരുത്തം എന്നത്. ഗണപ്പൊരുത്തം മാത്രമില്ല, അല്ലെങ്കിൽ ഗണപ്പൊരുത്തം ഉണ്ട് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ഒരു വിവാഹവും പാടില്ല. 10 പൊരുത്തങ്ങളിലും ദോഷങ്ങളില്ലാതെ പകുതി പൊരുത്തങ്ങളെങ്കിലും ഒത്തുചേർന്നാൽ മാത്രമേ വിവാഹം പാടുള്ളൂ. ഗണപ്പൊരുത്തം ഇല്ലാത്തത് കൊണ്ട് മാത്രം ഒരു വ്യക്തികൾ തമ്മിൽ പൊരുത്തമില്ലായ്കയും വരുന്നില്ല എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം. ആണും പെണ്ണും ഒരേ ഗണത്തിൽ വരുന്നത് ഉത്തമമാണ്. ദേവനും അസുരനും വഴക്കിന്റെ വിത്തുകൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ദേവനും മനുഷ്യനുമായിട്ട് ചിന്തിക്കുമ്പോൾ അനുരഞ്ജനത്തിന്റെ സാധ്യത അവിടെ തെളിഞ്ഞു വരുന്നു. നമുക്ക് ഉദാഹരണങ്ങൾ രക്തഗ്രൂപ്പുകളെ അടിസ്ഥാനപ്പെടുത്തി പറയാം. ചില രക്തഗ്രൂപ്പുകൾ ചേർന്നാൽ ജീവൻ തഴയ്ക്കും, ചിലത് ചേർന്നാൽ സംഘർഷമാണ്. അതുപോലെ തന്നെയാണ് ഗണപ്പൊരുത്തവും എന്ന് കണക്കാക്കാം. എന്നാൽ മറ്റ് പൊരുത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ സ്വഭാവ വ്യത്യാസങ്ങൾ മാറ്റപ്പെടാനും സാധ്യതയുണ്ട്. അതുകൂടി പരിഗണിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഒരു ഉത്തമ ജ്യോതിഷിയുടെ നിർദ്ദേശമാണ് വേണ്ടത്. ഇനി നമുക്ക് അടുത്ത വിഭാഗത്തിലേക്ക് കടക്കാം. ജ്യോതിഷത്തിലെ നക്ഷത്രങ്ങളുടെ മറ്റു വിഭജനക്രമങ്ങളെ മനുഷ്യഗണക്കാരിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. മനുഷ്യഗണം 9 നക്ഷത്രങ്ങളാണ്. അതിൽ ഏതൊക്കെയാണ് സ്ത്രീ നക്ഷത്രങ്ങൾ എന്ന് പരിശോധിക്കാം. രോഹിണി, തിരുവാതിര, പൂരം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ സ്ത്രീ നക്ഷത്രങ്ങളാണ്. മനുഷ്യഗണക്കാരിൽ തന്നെ അല്പം സ്ത്രീ സഹജമായിട്ടുള്ള സ്വഭാവം കൂടുതൽ കാണപ്പെടുന്നവരാകാം ഈ സ്ത്രീ നക്ഷത്രക്കാർ. മറ്റ് 5 നക്ഷത്രങ്ങളായിട്ടുള്ള ഭരണി, ഉത്രം, പൂരാടം, ഉത്രാടം, പൂരിട്ടാതി എന്നീ നക്ഷത്രങ്ങൾ പുരുഷ നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രക്കാർക്ക് അല്പം പൗരുഷം കൂടിയിരിക്കും. മനുഷ്യഗണക്കാരിൽ തന്നെ ഭരണി, പൂരം, പൂരാടം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ മധ്യമരഞ്ജുവിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. മധ്യമരഞ്ജു നക്ഷത്രക്കാർ പരസ്പരം വിവാഹം പാടില്ല. അതായത് ഗണപ്പൊരുത്തം ഒന്നാണെങ്കിൽ പോലും ഈ നക്ഷത്രക്കാർ പരസ്പരം വിവാഹം പാടില്ല എന്നർത്ഥം. ഇനി നമുക്ക് അടുത്ത ഭാഗമായിട്ടുള്ള ഗ്രഹങ്ങളുമായിട്ടുള്ള ഈ മനുഷ്യഗണക്കാരുടെ ബന്ധത്തെ ഒന്ന് പരിശോധിക്കാം. ഭരണി, പൂരം, പൂരാടം ശുക്രനാണ് നക്ഷത്രാധിപൻ. ഉത്രം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങളുടെ അധിപൻ സൂര്യനാണ്. രോഹിണിയുടെ നക്ഷത്രാധിപൻ ചന്ദ്രനാണ്. തിരുവാതിരയുടെ നക്ഷത്രാധിപൻ രാഹുവാണ്. പൂരിട്ടാതിയുടെ നക്ഷത്രാധിപൻ വ്യാഴമാണ്. ഉത്രട്ടാതിയുടെ നക്ഷത്രാധിപൻ ശനിയാണ്. ഈ ഒരു കാര്യത്തെയാണ് നാം ഒന്നുകൂടെ ചിന്തിക്കേണ്ടത്. ഇതുവരെ നാം മനുഷ്യഗണ നക്ഷത്രത്തിൽ തന്നെ ഒരേ സ്വഭാവം പറഞ്ഞു. അതിൽ തന്നെ പുരുഷ നക്ഷത്രങ്ങളെയും സ്ത്രീ നക്ഷത്രങ്ങളുടെയും സ്വഭാവം വ്യത്യാസമുണ്ടാകുമെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഓരോ നക്ഷത്രങ്ങളെയും വിഭജിച്ചു മാറ്റി നിർത്തി. നക്ഷത്രാധിപന്മാരുടെ സ്വഭാവവും ഇത്തരത്തിൽ ഇവരിലേക്ക് കടന്നു വരാം. അതായത് അതിനനുസരിച്ചും അവരുടെ സ്വഭാവങ്ങളിൽ അല്പസ്വല്പം മാറ്റങ്ങൾ ഉണ്ടാകുമെന്നർത്ഥം. നക്ഷത്രങ്ങളെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള വിഷയത്തിൽ ഞാൻ സമ്പൂർണമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. നിങ്ങളുടെ നക്ഷത്രത്തെ കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാൻ അത് സഹായിക്കും. മനുഷ്യഗണത്തിന്റെ ഗ്രഹാത്മകമായിട്ടുള്ള ഒരു പൂർണ്ണ ചിത്രം നമ്മളുടെ കൺമുന്നിലേക്ക് ഇത്തരം വിഭജനങ്ങളിലൂടെ തെളിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമുക്ക് ഇതിന് കുറച്ചുകൂടി വ്യക്തത വരുത്തി കാര്യങ്ങളെ പറഞ്ഞവസാനിപ്പിക്കാം. ദേവനും അസുരനും പരസ്പരം വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുമ്പോൾ നടുവഴി തെരഞ്ഞെടുത്തവരാണ് മനുഷ്യഗണക്കാർ. ഇന്നലകളേക്കാൾ നാളകളേക്കാൾ ഇന്നിനെ സ്നേഹിക്കുന്നവർ, മൂല്യങ്ങൾ കൈവിടാതെ യാഥാർത്ഥ്യം മറക്കാതെ മനുഷ്യനായി ജീവിക്കാൻ അറിയുന്നവർ, അവരാണ് മനുഷ്യഗണക്കാർ. ഇതായിരുന്നു ഋഷിപ്രോക്തത്തിന്റെ ഇന്നത്തെ നക്ഷത്ര വിജ്ഞാനത്തിന്റെ ചിന്താസാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് കൂടി അറിയിക്കുക. നക്ഷത്രങ്ങൾ വീണ്ടും കഥ പറയുന്ന അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.